വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ പരിക്കേറ്റ ശ്രീകുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വീഴ്ചയെ തുടർന്ന് തലച്ചോറിന് ആക്സോണൽ ഇഞ്ചുറി സംഭവിച്ചതായാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താൻ ഇനിയും സമയമെടുക്കും. എത്ര നാൾ ഈ അബോധാവസ്ഥയിൽ തുടരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മറ്റ് പൊട്ടലുകളോ ആന്തരിക പരിക്കുകളോ ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. വർക്കലയിൽ ട്രെയിനിൽ അതിക്രമണത്തിനിരയായ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ശ്രീകുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തും. ചികിത്സാ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ശ്രീകുട്ടി ഇപ്പോൾ. വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറ് ഇളകി മാറിയുള്ള ആക്സോൺ ഇഞ്ചുറി ഉണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അതിനാൽ സാധാരണ നിലയിലാകാൻ സമയം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ എത്ര നാൾ ഇങ്ങനെ അബോധാവസ്ഥയിൽ തുടരുമെന്ന് വ്യക്തമല്ല. അതേസമയം എല്ലുകൾക്ക് വലിയ പൊട്ടലോ നെഞ്ചിലോ വയറ്റിലോ സാരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. രാത്രി വൈകിയും ഡോക്ടർമാർ ശ്രീകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ജനം, തിരുവനന്തപുരം.